Good morning. So, today we can discuss a portion from the fifth chapter of Management Theory and Practices. So, it's ethics and managerial ethics. So, in this video, we are going to discuss what is ethics and what is managerial ethics, the factors affecting managerial ethics, like that. So, first of all, we can see the word meaning of ethics. Actually, ethics is a concept which is derived from a question: what is right or what is wrong? Whenever we are doing something or whenever we are going to do something, a question will arise in our mind: what is right or what is wrong? ശരി ഏതാണ്, തെറ്റേതാണ്? അത്തരത്തിലുള്ളൊരു ചിന്തയാണ് ഈ എത്തിക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിന് ജന്മം നൽകിയത്. ദറ്റ് മീൻസ് whenever we are going to do something, a kind of thought will be there: what is right or what is wrong? And that gave birth to ethics. If you are doing right things, then it is ethical. If you are doing wrong things, then it is unethical. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയാണ് ഈ വാട്ട് ഈസ് റൈറ്റ് ഓർ വാട്ട് ഈസ് റോങ് എന്നുള്ള ചിന്തയാണ്. സോ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, വാട്ട് ഈസ് റൈറ്റ് ഓർ വാട്ട് ഈസ് റോങ്, ഇറ്റ് ഈസ് ടോട്ടലി ഡിപ്പെൻഡ് അപ്പോൺ എ പേഴ്സൺസ് ക്യാരക്ടർ ആൻഡ് എ കസ്റ്റം ഓഫ് എ പർട്ടിക്കുലർ പ്ലേസ്. അതുകൊണ്ട് തന്നെയാണ് ഈ എത്തിക്സ് എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തു വന്നത് രണ്ട് വാക്കുകളിൽ നിന്നുമാണ്. ഒരു ഗ്രീക്ക് വേർഡായ എത്തിക്കോസിൽ നിന്നും ലാറ്റിൻ വേർഡായ എത്തിക്കസിൽ നിന്നുമാണ് ഈ എത്തിക്സ് എന്നുള്ള വാക്ക് വന്നത്. അതിൻ്റെ വേർഡ് മീനിങ് തന്നെ കസ്റ്റം ആൻഡ് ക്യാരക്ടർ. ദറ്റ് മീൻസ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്യാരക്ടർ ഓഫ് എ പേഴ്സൺ ഓർ കസ്റ്റം ഓഫ് എ പർട്ടിക്കുലർ പ്ലേസ്. ഒരു സ്ഥലത്തുള്ള കസ്റ്റം അത് റൈറ്റ് ആയിരിക്കും, അതേ കസ്റ്റം തന്നെ മറ്റൊരു സ്ഥലത്ത് റോങ് ആയിരിക്കും. അതേപോലെ ക്യാരക്ടർ, ഒരു വ്യക്തിക്ക് റൈറ്റ് ആവുന്ന കാര്യം മറ്റൊരു വ്യക്തിക്ക് റോങ് ആവാൻ സാധ്യതയുണ്ട്. സോ ടോട്ടലി ദിസ് എത്തിക്സ് മീൻസ് ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു കസ്റ്റം ആൻഡ് ക്യാരക്ടർ, ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം എത്തിക്കസ് ആൻഡ് എത്തിക്കോസ്. ഇറ്റ് ഓൾവേസ് ഗീവ് ബർത്ത് ടു എ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്? ആൻഡ് പീറ്റർ എഫ് ഡ്രക്കർ ഹാസ് ക്ലിയർലി ഡിഫൈൻഡ് എത്തിക്സ്. പീറ്റർ എഫ് ഡ്രക്കർ നിങ്ങൾക്ക് അറിയായിരിക്കും. ഹി ഈസ് എ വെരി ഫേമസ് മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്. And according to Peter F. Drucker, ethics deals with right actions of individual. Ethics, unethics അല്ല. Ethics means it is the right action of individuals. ഓരോ വ്യക്തിയുടെയും റൈറ്റ് ആക്ഷൻസിനെയാണ് എത്തിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എത്തിക്സ് ഇൻക്ലൂഡ്സ് വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് and it is actually the study and development of one's ethical standards. വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് അടങ്ങിയതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് പഠിക്കുകയും ഡെവലപ്പ് ചെയ്യുകയും എന്ന് പറയുന്നതാണ് ഈ എത്തിക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ എത്തിക്സ് ഇൻക്ലൂഡ്സ് ടു തിങ്സ്. ഫസ്റ്റ് വൺ, ഒരു വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാകണം എന്നുള്ളതും അത്തരത്തിലുള്ളൊരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യണം എന്നുള്ളതും. Ethics refers to well-based standards of right and wrong that prescribe what humans ought to do. ഒരു വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ് വേണം. അതിൽ എന്താണ് പറയുന്നത്? ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളത് മനുഷ്യന് അറിവുണ്ടാകണം. അതിനനുസരിച്ച് മനുഷ്യൻ ചെയ്യണം. He should do right things, he should not do wrong things. So a well-based standard should be there. അത്തരത്തിലുള്ളൊരു സ്റ്റാൻഡേർഡ് it should be studied and it should be developed. Ethics refers to the study and development of one's ethical standard. അപ്പോൾ ഒരു വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാവുക, അത് സ്റ്റഡി ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക, അതാണ് എത്തിക്സ് എന്നുള്ള വാക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓവറോൾ എത്തിക്സ് എന്താണെന്നുള്ളത് കണ്ടു. എന്താണ് ശരി, എന്താണ് തെറ്റ്, വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, ദാറ്റ് ഈസ് എത്തിക്സ്. ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ ടു ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം എന്താണ് ശരി, എന്താണ് തെറ്റ്, അതാണല്ലോ എത്തിക്സ്. ആ സംഗതി തന്നെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ബിസിനസ് എത്തിക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. Whenever we are doing anything which is related to business, we need to focus this thing: what is right and what is wrong. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ആ ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവണം. ബിസിനസ് ആയിക്കൊള്ളട്ടെ, കച്ചവടം ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, we should do right things. That is ethical. If you are doing wrong things, that is unethical. Business ethics is nothing but the application of ethics in business. Business ethics is the application of general ethical ideas to business behavior. General ആയിട്ടുള്ള ബിസിനസ് ഐഡിയ, ദാറ്റ് മീൻസ് ജനറൽ ആയിട്ടുള്ള എത്തിക്കൽ ഐഡിയാസ്, ദാറ്റ് മീൻസ് എന്ത്, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, റൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുക,
അത് ബിസിനസ് ബിഹേവിയറിലേക്ക് കൊണ്ടുവരിക. എത്തിക്കൽ ബിസിനസ് ബിഹേവിയർ ഫെസിലിറ്റേറ്റ്സ് ആൻഡ് പ്രൊമോട്ട്സ് ഗുഡ് ടു സൊസൈറ്റി. ഓഫ് കോഴ്സ്, ഇഫ് യു ആർ ഡൂയിങ് റൈറ്റ് തിങ്സ് ദെൻ ഡെഫിനറ്റ്ലി ഇറ്റ് പ്രൊമോട്ട്സ് ഗുഡ് ടു സൊസൈറ്റി. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇറ്റ് ഇംപ്രൂവ്സ് ദ പ്രോഫിറ്റബിലിറ്റി. ആൻഡ് അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണ്, നമ്മൾ ശരിയായിട്ടുള്ള റൈറ്റ് കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഡെവലപ്പ് ദ ബിസിനസ് റിലേഷൻസ് ആൻഡ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി. We are not doing any unethical practices. We are not exploiting the employee. We are not exploiting the customer. We are only doing ethical practices. So we are not exploiting the employees and customers. So definitely there will be good relationship between the employee. There should be good relationship with the customer. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ബിസിനസ് എത്തിക്സ് പറയുന്നത്. അക്കോർഡിംഗ് ടു റോജിൻ എ ബുച്ച്ഹോൾസ്, business ethics refers to right or wrong behavior in business decision. Whenever we are taking a decision which is related to business, whenever we know that business is dealing with lots of critical decisions. So whenever we are going for a business decision, we need to focus on what is right and what is wrong. We should always do right things, and that's what business ethics means. So what are the basic features of business ethics? അതിൽ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ കുറേയധികം പ്രിൻസിപ്പിൾസ് ആണ്. ബിസിനസ് എത്തിക്സ് ആർ പ്രിൻസിപ്പിൾസ് വിച്ച് ഗവേൺ ആൻഡ് ഗൈഡ് ബിസിനസ് പീപ്പിൾ ടു പെർഫോം ബിസിനസ്. രണ്ടാമത്തത് നമ്മൾ പറയുന്നത് എന്താണ്, ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. അതൊരു ആർട്ടുമാണ്, ഒരു സയൻസുമാണ്. ബിക്കോസ് വി ഷുഡ് ഫോളോ ദ ബിസിനസ് എത്തിക്സ് ആസ് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ആർട്ട്. ഒരു കല പോലെ ബിസിനസ് എത്തിക്സ് നമ്മളുടെ കമ്പനിയിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നതിൽ ഒരുപാട് ലോട്ട്സ് ഓഫ് സയൻസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. സോ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സയൻസ് ആൻഡ് ആർട്ട്. പിന്നെ അത് പറയുന്നത് ബിസിനസ് എത്തിക്സ് കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി വി ആർ ടെസ്റ്റിംഗ് ദ റൂൾസ് ആൻഡ് മോറൽ സ്റ്റാൻഡേർഡ്സ്. ആക്ച്വലി ദ ഹോൾ ബിസിനസ് സിനാരിയോ ഈസ് ഡൈനാമിക്. ഇറ്റ് ഈസ് ചേഞ്ചിങ് ഡേ ബൈ ഡേ. അപ്പോൾ ഓരോ ദിവസവും ബിസിനസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഡെഫിനറ്റ്ലി വി ഷുഡ് കണ്ടിന്യൂസ്ലി ടെസ്റ്റ് ദ മോറൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റൂൾസ്. മാറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സാഹചര്യമാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളുടെ കമ്പനി മോറൽ സ്റ്റാൻഡേർഡ്സ് കീപ്പപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പ്രിൻസിപ്പിൾസാണ്, അതൊരു സയൻസും ആർട്ടുമാണ്, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. It is based on technological principles such as sincerity, human welfare, service and good behavior. ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നതൊരു തിയോളജിക്കൽ പ്രിൻസിപ്പിൾസ് അടങ്ങിയൊരു സംഗതിയാണെന്നാണ് പറയുന്നത്. സോറി, ഐ മിസ്പ്രൊനൗൺസ്ഡ് ഇറ്റ് ആസ് ടെക്നോളജിക്കൽ. ഇറ്റ് ഈസ് തിയോളജിക്കൽ. തിയോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. തിയോളജിക്കൽ മീൻസ് എന്താണ്? ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് റിലേറ്റ് ടു ഡിവൈൻ ഇൻ നേച്ചർ, റൈറ്റ്? അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിൻസിയറിറ്റി, വെൽഫെയർ, സർവീസ്, ഗുഡ് ബിഹേവിയർ, ഇതെല്ലാം അടങ്ങിയതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഗുഡ് റൈറ്റ് തിങ്സ്. അപ്പോൾ അതാണ് അടുത്തൊരു ഫീച്ചർ. പിന്നെ പറയുന്ന ഫീച്ചർ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി ആൻഡ് സോഷ്യൽ കസ്റ്റംസ് പ്രിവെയിലിംഗ് ഇൻ ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സംഗതി അല്ല എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് മീൻസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. So it is purely realistic and it is based on the reality and social customs prevailing in the environment. So all these are the main features of business ethics. ഇനി നമ്മൾ കാണാൻ പോകുന്ന some of the factors influencing the business ethics. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ഡൂയിങ് റൈറ്റ് തിങ്സ് ഇൻ ബിസിനസ്. ഡൂയിങ് റൈറ്റ് തിങ്സ് whenever we are taking a business decision. അപ്പോൾ ഒരു ബിസിനസ്സിൽ റൈറ്റ് തിങ്സ് മാത്രം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, ദ പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ്. വി നോ ദാറ്റ് ദ പേഴ്സൺ ടേൺസ് ഇൻ ടു സൊസൈറ്റി, ഫാമിലി ആൻഡ് ഫാമിലി ടേൺസ് ഇൻ ടു സൊസൈറ്റി. അപ്പോൾ ഒരു ബിസിനസ്സിൽ എത്തിക്സ് പൂർണ്ണമായിട്ടും നടപ്പിലാകണമെങ്കിൽ ആ പേഴ്സൺ, ഓരോ വ്യക്തിക്കും ഒരു പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാകണം. അവനൊരു മോറൽ സൈഡ് ഉണ്ടാകണം. അവനൊരു നല്ല വ്യക്തിയാണെങ്കിൽ മാത്രമേ ആ ബിസിനസ്സിൽ, ഒരു വ്യക്തി നല്ല മനുഷ്യനാണെങ്കിൽ മാത്രമേ ആ വ്യക്തി നടത്തുന്ന ബിസിനസ്സിൽ ഒരു എത്തിക്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ദി ബിസിനസ് എത്തിക്സ്. പിന്നെ ലെജിസ്ലേഷനാണ് പറയുന്നത്.
ലെജിസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് തന്നെയാണ്. ഇഫ് എ പേഴ്സൺ ഓർ എ കമ്പനി ഈസ് കണ്ടിന്യൂസ്ലി ഡൂയിങ് ഹാം ടു ദി സൊസൈറ്റി, of a person or a company is continuously exploiting the resources or exploiting the employees and customers continuously, then definitely it will certainly exert pressure on the government, and the government consequently has no other alternative to prohibit such unhealthy behavior of businessmen. അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ആൾക്കാരെ ചൂഷണം ചെയ്യുകയോ അല്ലെങ്കിൽ തൊഴിലാളികളെയോ കസ്റ്റമേഴ്സിനെയൊക്കെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ നിയമപരമായിട്ട് ലെജിസ്ലേഷൻ വഴിയായിട്ട് ഗവൺമെൻറ് റൂൾസായിട്ട് ഇടപെടലുകൾ നടത്തിയേ പറ്റൂ. ആ കമ്പനിയെ അൺഎത്തിക്കൽ പ്രാക്ടീസിൽ നിന്ന് എത്തിക്കൽ പ്രാക്ടീസിലേക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഗവൺമെൻറ് അത്തരത്തിലുള്ള സ്റ്റെപ്സ് എടുക്കാൻ പ്രഷറൈസ് ചെയ്യപ്പെടും. അങ്ങനെ ഗവൺമെൻറ് അത് ചെയ്യും. അത്തരത്തിലുള്ള സംഗതികൾ ബിസിനസ് എത്തിക്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകളാണ്. ഇനി പറയുന്നത് എത്തിക്കൽ കോഡ് ഓഫ് ദി കമ്പനി. വെൻ എ കമ്പനി ഗ്രോസ് ലാർജർ, ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഓഫ് എത്തിക്കൽ കണ്ടക്ട് വിൽ ഓൾസോ റൈസ്. ഇപ്പോൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുകയല്ല, കമ്പനിക്ക് വളർച്ച ഉണ്ടാവും അല്ലേ. ആ കമ്പനിക്ക് വളർച്ച ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്റ്റും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ the company, an unethical behavior or conduct on the part of the company shall endanger its established reputation and public image. അപ്പോൾ ഓൾറെഡി ഒരു കമ്പനി വളരെ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് വളരെ ഉന്നതത്തിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ റെപ്യൂട്ടേഷനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി കമ്പനി വളരെയധികം പ്രഷറൈസ് ചെയ്യും അത്തരത്തിലുള്ളൊരു അൺഎത്തിക്കൽ പ്രാക്ടീസ് ഉണ്ടാവാതിരിക്കാനും എത്തിക്സ് സൈഡ് വളരെയധികം ഫോളോ ചെയ്യാനും വേണ്ടിയിട്ട്. സോ അത്തരത്തിലുള്ളൊരു എത്തിക്കൽ കോഡ് ഓഫ് ദ കമ്പനി വിൽ ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ആസ് എ ഫാക്ടർ ഫോർ പ്രൊമോട്ടിങ് ദ ബിസിനസ് എത്തിക്സ്. പിന്നെ പറയുന്നത് സോഷ്യൽ പ്രഷറാണ്. എന്താണ് ഈ സോഷ്യൽ പ്രഷർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇഫ് എ കമ്പനി സപ്ലൈസ് സബ്സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ് ടു ദ കസ്റ്റമേഴ്സ്, definitely the customer will become indifferent towards the company. ഒരു കമ്പനി പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കസ്റ്റമേഴ്സിന് വളരെ മോശമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുകയാണെന്ന് കരുതുക. ആ ഒരു സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി ദ കസ്റ്റമേഴ്സ് വിൽ ടേൺ ഓർ ദ കസ്റ്റമേഴ്സ് വിൽ മൂവ് ഫ്രം ദ കമ്പനി ടു അനദർ കമ്പനി. അത്തരത്തിലുള്ള സാഹചര്യം ആ കമ്പനി പ്രോഫിറ്റിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകും. സോ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഒരു പ്രഷർ ചെലുത്തുന്നുണ്ട്. നല്ലത് ചെയ്താൽ മാത്രമേ ഞങ്ങൾ കൂടെ നിൽക്കുകയുള്ളൂ എന്നൊരു പ്രഷർ കമ്പനിയുടെ പുറത്ത് ചെലുത്തുന്നുണ്ട്. only if you do right things we will stand with you, and that social pressure will definitely act as a factor influencing the business ethics. പിന്നെ ethical climate of the industry. ഡെഫിനറ്റ്ലി ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ആ ഇൻഡസ്ട്രിയിലുള്ള പല പല കമ്പനികളുണ്ടാകും. ഓരോ കമ്പനിയും എത്തിക്സ് ഫോളോ ചെയ്യാൻ നിർബന്ധിതരാണ്. വൈ? ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ട്രീറ്റിംഗ് ദിസ് എത്തിക്സ് ആസ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓവർ ദി അതർ. ഞങ്ങളുടെ കമ്പനിക്ക് മറ്റ് കമ്പനിയേക്കാൾ കൂടുതൽ എത്തിക്സ് ഉണ്ട്, എത്തിക്കൽ സൈഡ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിയെ നിങ്ങൾ കൂടുതൽ ആശ്രയിക്കൂ എന്നൊരു രീതിയിലേക്ക് ഇപ്പോൾ പുതിയ സ്ട്രാറ്റജീസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്തിക്സ് അല്ലെങ്കിൽ എത്തിക്കൽ സൈഡ് കൂടുതലും ഫോളോ ചെയ്യുന്ന കമ്പനീസിനെ ആൾക്കാർ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നു. സോ കമ്പനി യൂസ് ദിസ് എത്തിക്കൽ സൈഡ് ഓർ എത്തിക്സ് ആസ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓവർ ദി അതർ. എന്താണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്? കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോമ്പറ്റീറ്ററിൻ്റെ മുകളിൽ നമുക്കൊരു എക്സ്ട്രാ എഡ്ജ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഫാക്ടർ എന്തോ അതാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഈ എത്തിക്കൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എത്തിക്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ മുകളിൽ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫാക്ടറായിട്ട് കമ്പനികൾ കരുതുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രഷർ കാരണം ഈ എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ദി ഇൻഡസ്ട്രി ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറായിട്ട് മാറുന്നു ബിസിനസ് എത്തിക്സിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത ഫാക്ടേഴ്സ്: പേഴ്സണൽ കോഡ്, ലെജിസ്ലേഷൻ, ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, എത്തിക്കൽ കോഡ് ഓഫ് കമ്പനി, സോഷ്യൽ പ്രഷർ, എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ദി ഇൻഡസ്ട്രി. അടുത്തത് എന്താണ് എത്തിക്കൽ ഇഷ്യൂസ് എന്നുള്ളത് നോക്കാം. പിന്നെ എത്തിക്കൽ ഡെലിമ എന്താണെന്നുള്ളത് നോക്കാം. എത്തിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ethical issue in a business situation where a moral conflict arises
and must be addressed. In other words, it's an occasion when a moral standard is questioned. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ സെറ്റ് സ്റ്റാൻഡേർഡും ഓരോ സെറ്റ് എത്തിക്സൊക്കെ ഉണ്ടാകും നമ്മളുടെ കമ്പനിയിലായിക്കൊള്ളട്ടെ ബിസിനസ്സിലായിക്കൊള്ളട്ടെ. അത്തരത്തിലുള്ളൊരു സെറ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. Ethical issue occur when a given decision or scenario or activity creates conflict with the society's moral principle. ഓക്കെ. അപ്പം എന്താ പറയുക, നമ്മളുടെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രവൃത്തിയോ സൊസൈറ്റിയിൽ മൊത്തത്തിൽ നിൽക്കുന്ന ഒരു മോറൽ എത്തിക്സൽ സൈഡിനെ പ്രിൻസിപ്പിളിനെ ചോദ്യം ചെയ്യുന്നൊരു രീതിയിലുള്ളതാണെങ്കിൽ അത്തരത്തിലുള്ളൊരു സംഗതിയാണ് എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ ഒരു മോറൽ സൈഡാണ്, ഒരു മോറൽ പ്രിൻസിപ്പിളാണ്. പക്ഷെ നമ്മൾ സിഗരറ്റ് പൊതുനിരത്തിൽ സിഗരറ്റ് വലിക്കുന്നു. ദാറ്റ് ആക്ടിവിറ്റി ക്രിയേറ്റ്സ് എ കോൺഫ്ലിക്റ്റ് വിത്ത് സൊസൈറ്റീസ് മോറൽ പ്രിൻസിപ്പിൾ. പൊതുസ്ഥലങ്ങളിൽ സിഗരറ്റ് വലിക്കരുത് എന്ന് പറയുന്നത് ഒരു മോറൽ പ്രിൻസിപ്പിളിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മളുടെ ഒരു ആക്ടിവിറ്റി ഈസ് ക്രിയേറ്റിംഗ് കോൺഫ്ലിക്റ്റ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ സൊസൈറ്റീസ് മോറൽ പ്രിൻസിപ്പിൾ. സോ ദാറ്റ്സ് ആൻ എത്തിക്കൽ ഇഷ്യൂ. അതേപോലെ തന്നെ ബോത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ക്യാൻ ബി ഇൻവോൾവ് ഇൻ ദീസ് കോൺഫ്ലിക്ട്സ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില തീരുമാനങ്ങളായിരിക്കാം എന്താ പറയുക ഇത്തരത്തിലുള്ള ഒരു മോറൽ സൊസൈറ്റിയിൽ ഒരു മോറൽ പ്രിൻസിപ്പിൾസിനെതിരായി വരുന്ന. ഇപ്പം ഒരു ഹർത്താൽ നടത്താമെന്നുള്ളത്, ജനജീവിതത്തെ സ്തംഭിപ്പിക്കാമെന്നുള്ളത്. ഒരിക്കലും ജനജീവിതത്തെ സ്തംഭിപ്പിക്കുക എന്നുള്ളത് ഒരു മോറൽ പ്രിൻസിപ്പിളിന് യോജിച്ച ഒരു സംഗതിയല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ഹർത്താൽ നടത്തുകയാണെങ്കിൽ actually that's a decision to conduct an hartal or a strike. If they are making a strike, that's a decision which is actually creating a conflict with society's moral principle. അങ്ങനെ ജനജീവിതത്തെ സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു മോറൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാകാം, നമ്മളെടുക്കുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കാം. ഇതിനെയാണ് എത്തിക്കൽ ഇഷ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അങ്ങനെ ചെയ്യാം, ഒരു ഓർഗനൈസേഷൻ അങ്ങനെ ചെയ്യാം, ഒരു അസോസിയേഷൻ അങ്ങനെ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. എത്തിക്കൽ ഡിലിമ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്കൽ ഡിലിമ ഓർ എത്തിക്കൽ പാരഡോക്സ് ഓർ മോറൽ ഡിലിമ is a problem in the decision making process between two possible options, neither of which is absolutely acceptable from an ethical perspective. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. An ethical dilemma is a moral situation in which a choice has to be made between two equally undesirable alternatives. നമ്മൾക്ക് പ്രധാനമായിട്ടും എത്തിക്കൽ ഡിലിമ എന്ന് പറഞ്ഞാൽ തന്നെ കൺഫ്യൂഷനാണ്. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മറ്റേത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചോയ്സ് എടുക്കണം എന്നുള്ളതാണ്, അല്ലേ? ഒന്നല്ലെങ്കിൽ മറ്റേത് എടുക്കണം എന്നുള്ളതാണ് ഡിലിമ, കൺഫ്യൂഷൻ. നിങ്ങൾ എന്താ പറയുക, ഡിഗ്രി കഴിഞ്ഞിട്ട് MBAക്ക് പോകണോ MCOMന് പോകണോ? ഒരു ഡിലിമയാണ് അവിടെ, കൺഫ്യൂഷനാണ്. MCOMന് പോകണോ MBAക്ക് പോകണോ? രണ്ടും ഓരോ ചോയ്സസ് ആണ്. സോ യു ഹാവ് ടു ഓപ്ഷൻസ്, റൈറ്റ്? അപ്പോൾ എത്തിക്കൽ ഡിലിമയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മോറൽ സിറ്റുവേഷൻ ഇൻ വിച്ച് എ ചോയ്സ് ഹാസ് ടു ബി മെയ്ഡ് ബിറ്റ്വീൻ ടു ഈക്വലി അൺഡിസൈറബിൾ ഓൾട്ടർനേറ്റീവ്സ്. രണ്ടും കാര്യമില്ലതാണ്, പക്ഷെ അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള സിറ്റുവേഷനാണ് എത്തിക്കൽ ഡിലിമ. എത്തിക്കൽ ഡിലിമ ഈസ് എ പ്രോബ്ലം ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ബിറ്റ്വീൻ ടു പോസിബിൾ ഓപ്ഷൻസ്. യു ക്യാൻ ചൂസ് ടു പോസിബിൾ ഓപ്ഷൻസ്, neither of which is absolutely acceptable from an ethical perspective. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലെത്തി, അതിലേതെങ്കിലും ആ സിറ്റുവേഷനിൽ ഏതെങ്കിലും രണ്ട് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കണം. സോ കമ്പനി ഈസ് ആക്ച്വലി ഇൻ എ ഡിലിമ, an ethical dilemma. It is in a confused state which option they have to opt. And the saddest part is ഇതിലേത് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് എത്തിക്കലി ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസ് ആയിരിക്കും, അല്ലെങ്കിൽ എത്തിക്കലി അത് ഫേവറബിൾ ആയിട്ടുള്ള സംഗതി ആയിരിക്കില്ല. അത് മറ്റൊരു വസ്തുതയാണ്. രണ്ട് ഓപ്ഷൻസേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്തേ പറ്റൂ. രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെങ്കിലും ബോത്ത് ഓഫ് ദോസ് ഓപ്ഷൻസ് ആർ അൺഎത്തിക്കൽ ഓർ ഇറ്റ് ഈസ് it is absolutely acceptable from it is neither which is absolutely acceptable from an ethical perspective. അതാണ് ഈ എത്തിക്കൽ ഡിലിമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ രണ്ട് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് എടുത്തേ പറ്റുള്ളൂ. പക്ഷേ ദ സാഡസ്റ്റ് പാർട്ട്, ഈ രണ്ട് ഓപ്ഷൻസിൽ ഏതെടുത്തിട്ടുണ്ടെങ്കിലും അത്
എന്താ പറയുക, ഒരു എത്തിക്കലി കറക്റ്റല്ല, അൺഎത്തിക്കലായിട്ടുള്ള സംഗതിയാണ്, രണ്ടെടുത്താലും കണക്കാണ് എന്നുള്ളൊരവസ്ഥയാണ് ഈ എത്തിക്കൽ ഡിലിമ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് എത്തിക്സ് എന്നുള്ളതും എന്താണ് മാനേജറിയൽ എത്തിക്സ് അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്നുള്ളതും ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എത്തിക്സും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സും നമ്മൾ നോക്കി. അതേപോലെ തന്നെ എന്താണ് എത്തിക്കൽ ഇഷ്യൂ എന്നുള്ളതും എന്താണ് എത്തിക്കൽ ഡിലിമ എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹോപ്പ് ഓൾ ദ കൺസെപ്റ്റ്സ് ആർ ക്ലിയർ ടു യു. താങ്ക് യു.